ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഭാനുമതിയുടെ കഥയാണ്. ഭാനുമതി കൃഷ്ണൻ്റെ ഒരു ബന്ധുവായിരുന്നു. കൃഷ്ണൻ്റെ ചെറുമകളുടെ സ്ഥാനമായിരുന്നു ഭാനുമതിക്കുണ്ടായിരുന്നത്. യാദവ വംശത്തിലെ ഒരു പ്രമുഖനായിരുന്ന ഭാനു എന്ന ആളിൻ്റെ മകളായിരുന്നു ഭാനുമതി. ഒരിക്കൽ അസുരന്മാരുമായിട്ട് ഒരു വലിയ യുദ്ധത്തിൽ കൃഷ്ണൻ്റെ മകനായ പ്രദ്യുമ്നൻ അസുര രാജാവായ വജ്രനാഭനെ വധിക്കുകയും അദ്ദേഹത്തിൻ്റെ മകളായ പ്രഭാവതിയെ വിവാഹം കഴിക്കുകയും ചെയ്തു. പ്രഭാവതിയെയും കൂട്ടി പ്രദ്യുമ്നൻ തൻ്റെ രാജ്യമായ ദ്വാരകയിലേക്ക് വരികയും കൃഷ്ണൻ്റെ ഭാര്യയായ രുക്മിണി വളരെ സ്നേഹത്തോടെ മകനെയും മരുമകളെയും സ്വീകരിക്കുകയും ചെയ്തു. സ്വീകരണത്തിന് ശേഷം അമ്മയായ രുക്മിണി മകനോട് ഒരു കാര്യം പറഞ്ഞു. യുദ്ധത്തിൻ്റെ വിജയത്തിനും മകൻ്റെ നന്മയ്ക്കും വേണ്ടിയിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ അവരൊരു പൂജ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ആ പൂജ ദ്വാരകയ്ക്ക് അടുത്ത് തന്നെയുള്ളൊരു സ്ഥലത്താണ്. പിറ്റേന്ന് തന്നെ അങ്ങോട്ട് പോകുമ്പോൾ മകനും മരുമകളും കൂടെ ചെല്ലണം. ഇതായിരുന്നു അമ്മയുടെ ആവശ്യം. രുക്മിണിയുടെ ആവശ്യം മകൻ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ പിറ്റേന്ന് തന്നെ രുക്മിണിയും കൃഷ്ണനും മകനോടും മരുമകളോടും മറ്റെല്ലാ ബന്ധുമിത്രാദികളോടുമൊപ്പം ഈ പൂജയ്ക്കായിട്ട് യാത്രയായി. രൈവതകം എന്ന പേരായ ഒരു സ്ഥലത്തായിരുന്നു ഈ പൂജ നടന്നിരുന്നത്. അവിടെ ചെന്നിട്ട് മുതിർന്നവർ പൂജകളിലൊക്കെ ഏർപ്പെടുമ്പോൾ കുട്ടികളെല്ലാവരും കൂടി തൊട്ടടുത്ത് തന്നെ ഓടിക്കളിച്ചു. ഈ കൂട്ടത്തിൽ ഭാനുമതി എന്ന ചെറിയ പെൺകുട്ടിയും ഉണ്ടായിരുന്നു. തൻ്റെ സുഹൃത്തുക്കളോടൊപ്പം അവൾ അങ്ങനെ ഒളിച്ചു കളിക്കുമ്പോൾ ഓട്ടത്തിനിടയ്ക്ക് അതുവഴി വന്ന ദുർവാസാവിനെ ചെന്ന് മുട്ടി. അദ്ദേഹം വീഴാൻ പോയി. അതിൻ്റെ കയ്യിലിരുന്ന കമണ്ടലു താഴെ വീഴുകയും വെള്ളം പോവുകയും ചെയ്തു. അപ്പോൾ ദുർവാസാവ് പൊതുവെ ദേഷ്യക്കാരനാണ്. അദ്ദേഹത്തിന് വളരെയധികം ദേഷ്യം വരികയും അദ്ദേഹം ഭാനുമതിയെ ശപിക്കുകയും ചെയ്തു. മര്യാദയില്ലാതെ ഓടിക്കളിച്ച് തൻ്റെ ദേഹത്ത് വന്ന് മുട്ടി തന്നെ ശല്യപ്പെടുത്തിയ, തനിക്ക് മാർഗതടസ്സം വരുത്തിയ ഭാനുമതി ശത്രുക്കളുടെ കയ്യിൽ പെട്ടുപോകട്ടെ എന്നായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ശാപം. അപ്പോൾ അവിടെ എത്തിയ നാരദൻ ഇത് വളരെ കഷ്ടമാണെന്നും ചെറിയ പെൺകുട്ടിയാണ്, അവൾ ഓടിക്കളിച്ചപ്പോൾ അബദ്ധം പറ്റിയതാണ് എന്നുമൊക്കെ പറഞ്ഞപ്പോൾ ദുർവാസാവിന് വിഷമം വന്നു. അങ്ങനെ താൻ ചെയ്തു പോയത് തെറ്റായിപ്പോയി എന്ന് അദ്ദേഹത്തിന് തോന്നി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്തായാലും ശാപം കൊടുത്തത് പിൻവലിക്കാൻ പറ്റില്ല, പക്ഷെ ഞാൻ അതിനെ ഒരു ശാപമോക്ഷം കൊടുക്കാം. അവളെ ആരൊക്കെ തട്ടിക്കൊണ്ട് പോയാലും അവൾക്ക് കുഴപ്പമൊന്നും വരികയില്ല. മാത്രമല്ല അവൾക്ക് യോജിക്കും വണ്ണം വളരെ നല്ലവനായ, വളരെ ഉത്തമനായ ഒരാളെ വിവാഹം കഴിക്കുകയും ചെയ്യും എന്ന് അദ്ദേഹം പറഞ്ഞു. ഇക്കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പേടിച്ച് വിറച്ച് അവിടെ നിന്നിരുന്ന ഭാനുമതി തൻ്റെ കൂട്ടുകാരോടൊപ്പം മാതാപിതാക്കളുടെ അടുത്തേക്ക് ഓടിപ്പോയി. പേടിച്ചിട്ട് അവൾ ഇക്കാര്യം അവരോട് ആരോടും പറഞ്ഞതുമില്ല. അങ്ങനെ കാലം കഴിഞ്ഞുപോയി. ഭാനുമതി വളർന്ന ഒരു യുവതിയായിട്ട് മാറി. ഭാനുമതിയുടെ പിതാവായ ഭാനുവിന് മകളെ നല്ല ഒരു വരനെ കണ്ടുപിടിച്ച് വിവാഹം കഴിപ്പിച്ചയക്കണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഒരു സ്വയംവരം നടത്തണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അക്കാര്യങ്ങളെപ്പറ്റിയൊക്കെ അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അസുര രാജാവായിരുന്ന വജ്രനാഭൻ്റെ സ്ഥലത്ത്, അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ പേര് സത്പുര എന്നായിരുന്നു, അവിടുത്തെ രാജാവ് നികുംഭനായിരുന്നു. വജ്രനാഭൻ്റെ സഹോദരനായിരുന്നു നികുംഭൻ. നികുംഭന് തൻ്റെ സഹോദരനെ കൊന്നവനായ പ്രദ്യുമ്നനോട് വളരെയധികം വിരോധമുണ്ടായിരുന്നു. സ്വതവേ അസുരന്മാർക്ക് കൃഷ്ണനോട് വളരെയധികം വിരോധമുള്ളതാണ്. അക്കൂട്ടത്തിലാണ് മകനായ പ്രദ്യുമ്നനോടും കൂടെ വിരോധമുണ്ടായത്. അതുകൊണ്ട് യാദവരോട് എങ്ങനെയെങ്കിലും പകരം വീട്ടണം എന്ന ഉദ്ദേശത്തിൽ ഇരിക്കുകയായിരുന്നു നികുംഭൻ. ഈ സമയത്താണ് കൃഷ്ണനും കൃഷ്ണൻ്റെ യാദവ വംശത്തിലുള്ള പ്രമുഖരായ ആൾക്കാരെല്ലാവരും ചേർന്ന് കടലിലൂടെ ഒരു ഉല്ലാസ നൗകയിൽ യാത്ര പോയിരിക്കുന്നു എന്ന വാർത്ത നികുംഭൻ അറിഞ്ഞത്. യാദവ കുലത്തിലെ പുരുഷന്മാരെല്ലാവരും കൃഷ്ണനോടൊപ്പം പോയിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ദ്വാരകയെ കാക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇത് പറ്റിയ അവസരമായിട്ട് നികുംഭൻ കരുതി. മുതിർന്ന പുരുഷന്മാരും അവരുടെ ഭാര്യമാരും കൃഷ്ണനും രുക്മിണിയും ഒക്കെ ഈ ഉല്ലാസ നൗകയിൽ യാത്ര പോയിരിക്കുകയായിരുന്നു. ആ സമയത്ത് ദ്വാരകയിൽ വൃദ്ധനായ ഉഗ്രസേന രാജാവും വാസുദേവരും മാത്രമേ പുരുഷന്മാരായിട്ടുണ്ടായിരുന്നുള്ളൂ. അവിവാഹിതരായ പെൺകുട്ടികൾ ദ്വാരകയിൽ തന്നെ തങ്ങി. അവരെ നോക്കാൻ കുറച്ച് വൃദ്ധരായ സ്ത്രീകളും ഉണ്ടായിരുന്നു. ബാക്കിയുള്ളവരെല്ലാവരും കൃഷ്ണനൊപ്പം യാത്ര പോയിരുന്നു. ഈ അവിവാഹിതരായ പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ അക്കൂട്ടത്തിൽ നമ്മുടെ ഭാനുമതിയുമുണ്ട്. അവളും തൻ്റെ സുഹൃത്തുക്കളും കൂടി പൂന്തോട്ടത്തിലിരുന്ന് പൂക്കൾ പറിച്ച് മാല ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവരെല്ലാവരും കൃഷ്ണൻ പോയ ഉല്ലാസ നൗകയെപ്പറ്റി സംസാരിച്ചു. അതിൻ്റെ മനോഹാരിതയെപ്പറ്റി, അതിലുള്ള മുറികളെപ്പറ്റി, ആ മുറികളിലെ സൗകര്യത്തെപ്പറ്റി ഒക്കെ അവർ കേട്ടിട്ടുണ്ടായിരുന്നു. തങ്ങളുടെ വിവാഹം കഴിയുമ്പോൾ തങ്ങൾക്കും ഇതുപോലെ കൃഷ്ണനൊപ്പം യാത്ര പോകാൻ പറ്റും എന്ന് ഈ പെൺകുട്ടികളെല്ലാവരും വിചാരിച്ചു. ഇപ്പോൾ അവരുടെ മാതാപിതാക്കളാണ് പോയിരിക്കുന്നത്. നാളെ ഇവരും പോകും. അക്കാര്യങ്ങളൊക്കെ ആലോചിച്ചും സംസാരിച്ചും കൊണ്ടിരിക്കുന്ന ഈ പെൺകുട്ടികളുടെ ഇടയിലേക്ക് പെട്ടെന്ന് ഒരസുരൻ വന്നു. അത് മറ്റാരുമായിരുന്നില്ല, നികുംഭനായിരുന്നു. നികുംഭൻ
ഏറ്റവും സുന്ദരിയായിരുന്ന ഭാനുമതിയെ പൊക്കിയെടുത്തുകൊണ്ട് പറന്ന് ആകാശത്തേക്ക് പൊയ്ക്കളഞ്ഞു. ഈ നികുംബൻ മായാജാല വിദ്യകളിൽ വളരെ പ്രാവീണ്യമുള്ള ഒരാളായിരുന്നു. അസുരനായ നികുംബൻ ഭാനുമതിയെ തട്ടിയെടുത്ത് ആകാശത്തേക്ക് പറന്നു പോകുന്നത് കണ്ട മറ്റു പെൺകുട്ടികൾ ഓടിച്ചെന്ന് ഉഗ്രസേനോടും വസുദേവരോടും വിവരം പറഞ്ഞു. വൃദ്ധരായ അവർക്ക് പെട്ടെന്ന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അവർക്ക് ഉടൻ തന്നെ കൃഷ്ണനെ വിവരം അറിയിക്കണമായിരുന്നു. ഉഗ്രസേന മഹാരാജാവ് ഉടൻ തന്നെ കൃഷ്ണൻ്റെ അടുത്തേക്ക് യാത്ര തിരിക്കുകയും ഉല്ലാസനൗകയുടെ അടുത്തെത്തി അദ്ദേഹത്തോട് വിവരം പറയുകയും ചെയ്തു. കൃഷ്ണനോടൊപ്പം അർജുനനും യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. ഭാനുമതിയോട് വളരെയധികം വാത്സല്യമുണ്ടായിരുന്ന കൃഷ്ണന് അവളെ നികുംബൻ തട്ടിക്കൊണ്ടുപോയി എന്ന് കേട്ട് വളരെയധികം ദേഷ്യം തോന്നി. അദ്ദേഹം അർജുനനോട് നമുക്കുടൻ തന്നെ ഭാനുമതിയെ രക്ഷപ്പെടുത്താൻ പുറപ്പെടണം എന്ന് പറഞ്ഞു. അങ്ങനെ ഭാനുമതിയെ എത്രയും വേഗം നികുംബൻ്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കാൻ ഉറച്ച ഇവർക്ക് രണ്ടുപേർക്കും പെട്ടെന്ന് മറ്റൊരു നൗകയിൽ കയറി ദ്വാരകയിലെത്തി അവിടെ നിന്ന് സത്പുരയിലേക്ക് പോകുന്നതിനും എളുപ്പം നേരെ സത്പുരയിലേക്ക് മറ്റേതെങ്കിലും മാർഗം സ്വീകരിച്ചു പോകുന്നതാണ് എന്ന് തോന്നി. നികുംബൻ ഭാനുമതിയുമായി സത്പുരയിലേക്ക് തന്നെ ആയിരിക്കും പോയിരിക്കുക എന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. കൃഷ്ണൻ ഉടൻ തന്നെ ഗരുഡനെ സ്മരിക്കുകയും ഗരുഡൻ ഞൊടിയിടയിൽ അദ്ദേഹത്തിൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെ ഗരുഡൻ്റെ പുറത്തേറി കൃഷ്ണനും അർജുനനും കൂടി സത്പുരയ്ക്ക് തിരിച്ചു. കൃഷ്ണൻ തൻ്റെ പിന്നാലെ വരും എന്നറിയാമായിരുന്ന നികുംബൻ തൻ്റെ മായാജാല വിദ്യ കൊണ്ട് അദൃശ്യനായി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് നികുംബനെ ആർക്കും കാണാൻ പറ്റുമായിരുന്നില്ല. നികുംബൻ എടുത്ത് ഉയർത്തി ആകാശത്തേക്ക് പൊങ്ങുമ്പോൾ പേടിച്ച് ബോധം കെട്ടുപോയ ഭാനുമതിക്ക് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ബോധം വന്നു. അപ്പോൾ ഒരു അസുരൻ തന്നെ തട്ടിയെടുത്തുകൊണ്ട് പോവുകയാണ് എന്നവൾക്ക് മനസ്സിലായി. ധൈര്യം അവലംബിച്ച് അവൾ അയാളോട് വഴക്കുണ്ടാക്കി. തന്നാലാവും വിധം അവൾ അയാളോട് പൊരുതുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ എടുത്തുയർത്തിക്കൊണ്ട് പറക്കാൻ നികുംബന് വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് സത്പുരയിൽ എത്തിയില്ലെങ്കിൽ ഇവളെയും കൊണ്ടുള്ള യാത്ര ബുദ്ധിമുട്ടാകും എന്ന് നികുംബന് തോന്നി. അതുകൊണ്ട് തന്നെ നികുംബൻ കൂടുതൽ വേഗത്തിൽ പറക്കാൻ തുടങ്ങി. നികുംബനെ മറ്റുള്ളവർക്ക് കാണാൻ പറ്റില്ലായിരുന്നെങ്കിലും ഗരുഡൻ്റെ പുറത്ത് വന്ന കൃഷ്ണനും അർജുനനും നിഴല് കണ്ട് നികുംബനെ മനസ്സിലാക്കി. അവർ നികുംബന് നേരെ അമ്പെയ്യാൻ തുടങ്ങി. അങ്ങനെ കൃഷ്ണനും അർജുനനും അമ്പെയ്യാൻ തുടങ്ങിയപ്പോൾ പേടിച്ചു പോയ നികുംബൻ ഭൂമിയിലേക്ക് താഴ്ന്നു വന്നു. അങ്ങനെ താഴേക്ക് താണു പറക്കുമ്പോൾ താഴെ ഭൂമിയിലൂടെ കൃഷ്ണൻ്റെ പുത്രനായ പ്രത്യുപ്നൻ ഒരു തേരിലേറി വരുന്നത് നികുംബൻ കണ്ടു. അങ്ങനെ ആകാശത്തും ഭൂമിയിലും നികുംബന് രക്ഷയില്ലാതായി. മാത്രമല്ല പ്രത്യുപ്നന് മായാജാല വിദ്യകൾ നന്നായിട്ട് അറിയാമായിരുന്നു. നികുംബൻ്റെ സഹോദരപുത്രിയായ പ്രഭാവതിയാണല്ലോ പ്രത്യുപ്നൻ്റെ ഭാര്യ. തൻ്റെ ഭാര്യയിൽ നിന്ന് ഇത്തരം മായാജാല വിദ്യകളൊക്കെ പ്രത്യുപ്നൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നികുംബൻ്റെ മായാജാല വിദ്യകളൊന്നും പ്രത്യുപ്നൻ്റെ അടുത്ത് വിലപ്പോയില്ല. അദൃശ്യനായിട്ട് മറഞ്ഞു നിൽക്കാൻ അയാൾക്ക് അധിക നേരം പറ്റിയില്ല. അതുകൊണ്ട് അയാൾ വീണ്ടും പ്രത്യക്ഷനാവുകയും ഭാനുമതിയെ കൊണ്ട് വളരെ വേഗത്തിൽ പറക്കുകയും ചെയ്തു. മാത്രമല്ല ഭാനുമതിയെ അമ്പുകൾ തടക്കാനുള്ള ഒരു കവചമായിട്ട് അയാൾ ഉപയോഗിച്ചു. എന്നാൽ വില്ലാളി വീരനായ അർജുനൻ ഭാനുമതിയുടെ ദേഹത്ത് കൊള്ളാതെ തന്നെ നികുംബൻ്റെ ദേഹത്തേക്ക് അമ്പുകൾ എയ്തു കൊള്ളിച്ചുകൊണ്ടിരുന്നു. അർജുനനോടും കൃഷ്ണനോടും പിടിച്ചു നിൽക്കാൻ വയ്യാതെ ആകാശത്തുകൂടി പറന്നു വരുന്ന ഗരുഡനോടും താഴെ കൂടി തേരോടിച്ചു വരുന്ന പ്രത്യുപ്നോടും കിടപിടിച്ച് നിൽക്കാൻ വയ്യാതെ നികുംബൻ വല്ലാതെ ക്ഷീണിച്ചു. അതുകൊണ്ട് ഒരു വലിയ കഴുകൻ്റെ രൂപം പ്രാപിക്കുകയും അതിൻ്റെ കൂർത്ത നഖങ്ങൾ കൊണ്ട് ഭാനുമതിയെ മുറുക്ക പിടിച്ചുകൊണ്ട് കൂടുതൽ വേഗത്തിൽ മുന്നോട്ട് പറക്കുകയും ചെയ്തു. എന്നിട്ട് പോലും ഗരുഡൻ്റെ അതിവേഗത്തിലുള്ള പറക്കലിന് മുന്നിൽ അതിന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അവസാനം അധിക നേരം തനിക്കിങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ നികുംബൻ ഗോകർണ പർവ്വതത്തിലേക്ക് പോയി. അവിടെ ഒന്നിരുന്ന് വിശ്രമിച്ചിട്ട് വീണ്ടും മുന്നോട്ട് പറക്കാം എന്നാണ് നികുംബൻ കരുതിയത്. എന്നാൽ തൊട്ടു പിന്നാലെ തന്നെ ഗരുഡൻ പിന്തുടരുന്നത് നികുംബനെ വല്ലാതെ പേടിപ്പിച്ചു. അങ്ങനെ കുറച്ചു ദൂരം ചെന്നപ്പോഴേക്കും വീണ്ടും ക്ഷീണിച്ച നികുംബൻ്റെ കൈകളിൽ നിന്ന് ഭാനുമതി താഴേക്ക് വീണു. എന്നാൽ താഴെ കൂടി തേരിൽ വരികയായിരുന്ന പ്രത്യുപ്നൻ തൻ്റെ തേരിൽ അവളെ താങ്ങുകയും അവളെ ഉടൻ തന്നെ തിരിച്ച് ദ്വാരകയിലേക്ക് സുരക്ഷിതയായി എത്തിക്കുകയും ചെയ്തു. അപ്പോഴും നികുംബൻ്റെ പിന്നാലെ ഗരുഡൻ്റെ പുറത്തേക്ക് കൃഷ്ണനും അർജുനനും വരുന്നുണ്ട്. നികുംബനാണെങ്കിൽ ക്ഷീണിച്ച് വല്ലാതെ അവശനായി. ഇനി ഒരല്പം പോലും പറക്കാൻ പറ്റുകയില്ല എന്ന നിലയിലെത്തി. അങ്ങനെയാണെങ്കിൽ ഗോകർണ പർവ്വതത്തിലിരുന്ന് ഇത്തിരി വിശ്രമിക്കാം എന്ന് നികുംബൻ കരുതി. അങ്ങനെ ഗോകർണ പർവ്വതത്തിലെത്തുമ്പോഴാണ് അവിടെ വലിയൊരു ഗുഹ കണ്ടത്. ആ ഗുഹയ്ക്കുള്ളിലേക്ക് പറന്ന് കയറിയ നികുംബൻ തൻ്റെ പക്ഷിരൂപം വീടുകയും മനുഷ്യനായിട്ട് മാറിയിട്ട് തൻ്റെ അവശേഷിക്കുന്ന ബലം മുഴുവൻ പ്രയോഗിച്ച് കുറേ കല്ലുകൾ പെറുക്കിക്കൊണ്ടുവന്ന് ആ ഗുഹയുടെ കവാടം അടയ്ക്കുകയും ചെയ്തു. ആ ഗുഹാ കവാടത്തിനടുത്തെത്തിയ കൃഷ്ണനും അർജുനനും അവിടെയെല്ലാം നികുംബനെ തിരക്കിയെങ്കിലും അയാളെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല.
എന്നാൽ തങ്ങളുടെ കൺവട്ടത്ത് നിന്ന് നികുംബൻ അധിക ദൂരത്തെങ്ങും പോയിട്ടുണ്ടാവുകയില്ല എന്ന് കൃഷ്ണനും അർജുനനും അറിയാമായിരുന്നു. അപ്പോഴേക്കും ഭാനുമതിയെ ദ്വാരകയിൽ എത്തിച്ചിട്ട് പ്രത്യുമ്നനും അവിടെ എത്തിയിരുന്നു. അങ്ങനെ കൃഷ്ണനും അർജുനനും പ്രത്യുമ്നനും ചേർത്ത് അവിടെയെല്ലാം ഈ നികുംബനെ അന്വേഷിച്ച് നടന്നെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. എന്നാൽ നികുംബനെ പുറത്തിറക്കാൻ പറ്റിയൊരു വിദ്യ പ്രത്യുമ്നന് വശമുണ്ടായിരുന്നു. പ്രത്യുമ്നൻ ഈ നികുംബനെ പറ്റി വളരെ മോശപ്പെട്ട കാര്യങ്ങൾ ഉറക്കെ സംസാരിക്കാൻ തുടങ്ങി. ഒരു ഭീരുവായതുകൊണ്ടാണ് നികുംബൻ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നതെന്നും ധീരന്മാരൊരിക്കലും ഒളിച്ചിരിക്കുകയില്ല എന്നും ഒക്കെ പറഞ്ഞിട്ട് ഇയാളെ കളിയാക്കാൻ തുടങ്ങി പ്രത്യുമ്നൻ. അവസാനം ഈ കളിയാക്കൽ സഹിക്കാൻ വയ്യാതെ ഒളിച്ചിരിക്കുകയായിരുന്ന ഈ നികുംബൻ പുറത്തേക്ക് വരികയും കൃഷ്ണനോടും അർജുനനോടും യുദ്ധം ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തു. ആദ്യം ഇയാൾ അദൃശ്യനായിട്ടാണ് പുറത്ത് വന്നത്. അതുകൊണ്ട് അയാളെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അദൃശ്യനായി എത്തിയ നികുംബൻ അർജുനന് നേരെ പാഞ്ഞടിക്കുകയും തൻ്റെ ഗദാപ്രയോഗം കൊണ്ട് അർജുനനെ താഴെ വീഴ്ത്തുകയും ചെയ്തു. അപ്രതീക്ഷിതമായ അടിയായിരുന്നതുകൊണ്ട് അർജുനന് തടുക്കാൻ പറ്റിയില്ല. അർജുനൻ വീഴുന്നത് കണ്ട ദേഷ്യത്തിൽ കൃഷ്ണൻ തൻ്റെ ചക്രായുധം പ്രയോഗിക്കാൻ ഒരുങ്ങി. പക്ഷെ മായാവിയായ നികുംബൻ ഉടൻ തന്നെ തൻ്റെ ശരീരം അവിടെ ഉപേക്ഷിച്ചിട്ട് ശരീരത്തിൽ നിന്ന് മാറി മറ്റൊരു സ്ഥലത്ത് ഒളിച്ചിരുന്നു. താൻ ആയുധം പ്രയോഗിക്കാൻ ഒരുങ്ങിയപ്പോഴേ നികുംബൻ വീഴുന്നത് കണ്ട കൃഷ്ണൻ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ നികുംബൻ്റെ ശരീരത്തിന് അനക്കമൊന്നുമില്ല. നികുംബൻ മരിച്ചു എന്ന് കൃഷ്ണൻ കരുതി. കൃഷ്ണൻ പ്രത്യുമ്നനോട് ഞാൻ ചക്രായുധം പ്രയോഗിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും താൻ നികുംബൻ മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ മായാജാല വിദ്യകളെപ്പറ്റി കൃത്യമായ അറിവുണ്ടായിരുന്ന പ്രത്യുമ്നൻ ഇത് വെറും ഒരു ജാലവിദ്യയാണെന്നും ഇയാൾ മരിച്ചിട്ടില്ല എന്നും ഇയാൾ ശരീരം ഉപേക്ഷിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് മാറി നിൽക്കുകയാണ് എന്നും പറഞ്ഞു. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നികുംബൻ്റെ ശരീരം അവിടെ നിന്ന് കാണാതായി. കൃഷ്ണനും അർജുനനും പ്രത്യുമ്നനും കൂടി അവിടെ എല്ലാം നോക്കുമ്പോഴേക്കും നികുംബൻ്റെ ശരീരത്തിൻ്റെ ഓരോ അണുവിൽ നിന്നും ഓരോ നികുംബന്മാർ പ്രത്യക്ഷപ്പെടുകയും അവിടെ മാസകലം നികുംബന്മാരെ കൊണ്ട് നിറയുകയും ചെയ്തു. അത്തരം ഒരു മായാജാലം കണ്ടപ്പോൾ കൃഷ്ണനും അർജുനനും ആദ്യമൊന്ന് പകച്ചുപോയി. എന്നാൽ കൃഷ്ണൻ ഉടൻ തന്നെ തൻ്റെ മന്ത്രശക്തിയാൽ എത്ര നികുംബന്മാരുണ്ടോ അത്രയും എണ്ണത്തിലേക്ക് തങ്ങൾ 3 പേരെയും മാറ്റി. അതായത് 1000 നികുംബന്മാരുണ്ടെങ്കിൽ 1000 കൃഷ്ണന്മാരും 1000 അർജുനന്മാരും 1000 പ്രത്യുമ്നന്മാരും ഉണ്ടായി. അങ്ങനെ ഓരോ നികുംബനോടും 3 പേർ വീതം യുദ്ധം തുടങ്ങി. വളരെ വലിയൊരു യുദ്ധഭൂമി പോലെ തോന്നിച്ചു ഈ 4 പേർ തമ്മിലുള്ള യുദ്ധം. എന്നാൽ ഏതാണ് യഥാർത്ഥ നികുംബൻ എന്ന് ആർക്കും മനസ്സിലാക്കാൻ പറ്റിയില്ല. ആയിരക്കണക്കിന് നികുംബന്മാരുള്ളിൽ ഏതോ ഒരാളാണ് യഥാർത്ഥ നികുംബൻ. അയാളെ കൊന്നാൽ മാത്രമേ മറ്റുള്ളവർ ഇല്ലാതാവുകയുള്ളൂ. അങ്ങനെ കുറേ നേരം യുദ്ധം നടന്നു. എങ്ങനെ യഥാർത്ഥ നികുംബനെ കണ്ടുപിടിച്ച് കൊല്ലും എന്നറിയാതെ കൃഷ്ണനും കുഴങ്ങിപ്പോയി. അവസാനം കൃഷ്ണൻ താൻ അടക്കി വെച്ചിരുന്ന ചക്രായുധം വീണ്ടും എടുത്തു. എന്നാൽ കൃഷ്ണൻ തൻ്റെ ചക്രായുധം പ്രയോഗിക്കാൻ തുടങ്ങിയപ്പോഴേക്കും യഥാർത്ഥത്തിലുള്ള അർജുനനെ എടുത്തുകൊണ്ട് യഥാർത്ഥ നികുംബൻ മുകളിലേക്ക് പറന്നുപോയി. എന്നാൽ ചക്രായുധം കൃത്യം തെറ്റാതെ നികുംബൻ്റെ കഴുത്ത് ഛേദിക്കുകയും അപ്പോൾ നികുംബൻ്റെ കയ്യിൽ നിന്ന് പിടിവിട്ട് താഴേക്ക് വീണ അർജുനനെ പ്രത്യുമ്നൻ ഭാനുമതിയെ താങ്ങിയതുപോലെ തന്നെ തൻ്റെ തേരിൽ താങ്ങുകയും ചെയ്തു. അങ്ങനെ കൃഷ്ണനും അർജുനനും പ്രത്യുമ്നനും ചേർന്ന് നികുംബനെ കൊന്ന് യാദവകുലത്തിനെ അസുരന്മാരുടെ ഭീഷണിയിൽ നിന്ന് രക്ഷപ്പെടുത്തി. അതിനുശേഷം അവർ ആഘോഷമായിട്ട് ദ്വാരകയിലേക്ക് തിരിച്ചു ചെന്നു. എല്ലായിടത്തും സന്തോഷം കളിയാടി. എന്നാൽ ഭാനു എന്ന യാദവ രാജാവ് മാത്രം വളരെ ദുഃഖത്തിലായിരുന്നു. കൃഷ്ണൻ അദ്ദേഹത്തോട് ചെന്ന് ചോദിച്ചു, അങ്ങ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ദുഃഖിക്കുന്നത്? നമ്മുടെ വംശത്തിന് നേരെ ഉണ്ടായ ഭീഷണി ഞങ്ങൾ ഒഴിച്ചു കളഞ്ഞല്ലോ. അപ്പോൾ ഭാനു പറഞ്ഞു, അതൊക്കെ ശരി തന്നെ, പക്ഷേ എൻ്റെ മകളെ ഇനി ആര് വിവാഹം കഴിക്കും? അവളെ ഒരു അസുര രാജാവ് തട്ടിക്കൊണ്ടു പോയതാണ്. അവൾ കുറച്ചു നേരം അസുരന്മാരുടെ കയ്യിലായിരുന്നു. അതറിഞ്ഞ് ആരവളെ ഇനി വിവാഹം കഴിക്കും? അപ്പോൾ അവിടെ പ്രത്യക്ഷപ്പെട്ട നാരദൻ ഭാനുവിനെ ആശ്വസിപ്പിച്ചു. ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഇത് ദുർവാസാവിൻ്റെ ശാപം കാരണം സംഭവിച്ചതാണ് എന്ന് പറഞ്ഞു. പണ്ട് കുട്ടികൾ കളിക്കുമ്പോൾ ഭാനുമതി അറിയാതെ ദുർവാസാവിനെ ചെന്ന് തട്ടുകയും അപ്പോൾ അദ്ദേഹം ശപിക്കുകയും ചെയ്ത കാര്യം നാരദൻ അപ്പോൾ ഇവരെ അറിയിച്ചു. ആ ശാപത്തിൻ പ്രകാരം ഭാനുമതി ശത്രുക്കളുടെ കയ്യിൽ അകപ്പെടും എന്നത് തീർച്ചയായിരുന്നു. എന്നാൽ അവിടെ നിന്ന് അവൾ ഒരു കുഴപ്പവും കൂടാതെ രക്ഷപ്പെട്ടു. ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്ന കൃഷ്ണൻ ഭാനുമതിയെ സഹദേവനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാം എന്ന് അഭിപ്രായപ്പെട്ടു. അങ്ങനെ പാണ്ഡവരിൽ ഏറ്റവും ഇളയവനായ സഹദേവനെ കൊണ്ട് കൃഷ്ണൻ ഭാനുമതി വിവാഹം കഴിപ്പിച്ചു. അങ്ങനെ അവസാനം ദുർവാസാവിൻ്റെ ശാപവും ശാപമോക്ഷവും കൃത്യമായിട്ട് വന്നു, ശരിയായിട്ട് വന്നു. ഭാനുമതി ശത്രുക്കളുടെ കയ്യിൽ അകപ്പെട്ടെങ്കിലും അവൾ വളരെ ഉത്തമനായ ഒരാളുടെ ഭാര്യയായിട്ട് തീർന്നു. ഇതാണ് ഭാനുമതിയുടെ കഥ. ഇഷ്ടമായോ? അടുത്ത കഥ അടുത്ത ദിവസം.